കുതിരകളുടെ ഓട്ടപ്പന്തയം കണ്ടിട്ടുണ്ടോ? ആ മത്സരത്തിൽ വിജയിക്കുന്ന കുതിര തോൽക്കുന്ന കുതിരകളെക്കാൾ 5-10 മടങ്ങാണ് നേട്ടം കൈവരിക്കുക. എന്നാൽ തോൽക്കുന്ന കുതിരകളെക്കാൾ 5-10 മടങ്ങ് വേഗതയിലാണോ ജയിക്കുന്ന കുതിര ഓടുന്നത്? അല്ലേ അല്ല. തൊട്ട് പിന്നിലുള്ള കുതിരകളെക്കാൾ ഒരൽപ്പം മാത്രമേ വേഗത വിജയിക്കുന്ന കുതിരകൾക്ക് കാണുകയുള്ളൂ. പക്ഷേ ഈ ഒരൽപ്പം വേഗത കൊണ്ട് അവർ നേടുന്ന അച്ചീവ്മെന്റ്സോ വളരെ വളരെ വലുതാണ്. സക്സസ്ഫുൾ ആവുന്ന മനുഷ്യരും പരാജയപ്പെടുന്നവരും തമ്മിലുള്ള വ്യത്യാസവും ഇതുപോലെ തന്നെയാണ്. വിജയിക്കുന്നവർക്ക് തോറ്റവരെക്കാൾ ഒരൽപ്പം മാത്രമേ വേഗതയും മുൻതൂക്കവും ഉണ്ടായിരിക്കുകയുള്ളൂ. എന്നാൽ അവർക്ക് ലഭിക്കുന്നതോ വലിയ വലിയ നേട്ടങ്ങളും മറ്റംഗീകാരങ്ങളും. മറ്റുള്ളവരിൽ നിന്ന് വെറും 1% മികച്ചതാകാൻ പരിശ്രമിച്ചാൽ മതി ഏതൊരാൾക്കും സക്സസ്ഫുൾ ആകാൻ. ഇതിനെയാണ് 1% ഫോർമുല എന്ന് പറയുന്നത്. എന്താണ് ഈ 1% ഫോർമുല? വ്യക്തമായി തന്നെ നമുക്ക് ഈ വീഡിയോയിലൂടെ അത് മനസ്സിലാക്കാം. സെയിൽസ് മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർ, ഫേമസ് ആയി മാറുന്ന ആർട്ടിസ്റ്റുകൾ, ടോപ്പ് ലെവൽ സ്റ്റുഡൻസ്, വേൾഡ് ഫേമസ് അത്ലറ്റ്സ്, പിന്നെ സക്സസ്ഫുൾ ആകുന്ന ഒട്ടുമിക്ക ആളുകളും ഇവർക്കൊക്കെയുള്ള സിമിലാരിറ്റി എന്താണെന്നോ? അവർ ഈ 1%ന്റെ പവറിൽ വിശ്വസിക്കുന്നവരാണ് എന്നതാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങളും ഇനി തിരിച്ചറിയാൻ പോവുകയാണ് 1% ഫോർമുലയുടെ ശക്തി. 1% ഫോർമുല എന്ന പുസ്തകമാണ് ഇന്ന് ഓഡിയോപീഡിയ ഇവിടെ സമ്മറൈസ് ചെയ്യുന്നത്. നിങ്ങളുടെ വ്യക്തിത്വ വികാസത്തിനായി ഈ പുസ്തകത്തിൽ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ കോൺസെപ്റ്റുകളും ഞാൻ ഇവിടെ പങ്കുവയ്ക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ചാപ്റ്റർ 1. ദിസ് ഇസ് ദ ടൈം ഫോർ ചേഞ്ച്. 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ നീന്തൽ താരം മൈക്കിൾ ഫെൽപ്സ് 100 മീറ്റർ ബട്ടർഫ്ലൈസിൽ പങ്കെടുത്തിരുന്നു. ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഒരുപാട് പുറകിലായിരുന്നു, 7ാം സ്ഥാനത്ത്. എന്നാൽ മത്സരത്തിന്റെ അവസാനത്തെ 50 മീറ്റർ ആയപ്പോൾ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിച്ചു. ഫെൽപ്സ് തന്റെ മുന്നിലുണ്ടായിരുന്ന 5 സ്വിമ്മേഴ്സിനെ അനായാസേന മറികടന്നു. 1ാം സ്ഥാനത്തുണ്ടായിരുന്ന സെർബിയയുടെ മിലോറാഡ് കെവിറ്റിനെയും മറികടക്കാനുള്ള കഠിന പരിശ്രമത്തിലായി ഫെൽപ്സ്. ഏതാണ്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി കെവിറ്റും ഫെൽപ്സും ഫിനിഷിംഗ് പോയിന്റിൽ എത്തിച്ചേർന്നു. ഫെൽപ്സ് അടക്കം എല്ലാവരും കരുതിയിരുന്നത് കെവിറ്റാണ് വിജയി എന്നാണ്. റിസൾട്ട് വന്നപ്പോഴോ ഫെൽപ്സാണ് ആ മത്സരത്തിൽ വിന്നറായത്. ഫെൽപ്സ് 50.58 സെക്കൻഡിലും കെവിറ്റ് 50.59 സെക്കൻഡിലുമാണ് ഫിനിഷിംഗ് പോയിന്റിൽ എത്തിച്ചേർന്നത്. നിസാരമായ വ്യത്യാസത്തിൽ ഫെൽപ്സ് അങ്ങനെ ഗോൾഡ് മെഡൽ നേടി. ഒരു ചെറിയ വ്യത്യാസത്തിന്റെ പുറത്ത് ഫെൽപ്സ് മികച്ച നേട്ടം കരസ്ഥമാക്കിയപ്പോൾ മിലോറാഡ് കെവിറ്റിന് 2ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. 0.01% വ്യത്യാസം മാത്രമേ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും തമ്മിലുള്ളൂ. പക്ഷേ വിജയിയെ മാത്രമേ ആരും ശ്രദ്ധിക്കൂ. അവർ ലോകമൊട്ടാകെ ശ്രദ്ധ നേടുകയും ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നു. ഫെൽപ്സിന്റെയും കെവിറ്റിന്റെയും കൂടെ മത്സരിച്ച മറ്റ് സ്വിമ്മേഴ്സിനെ കൂടി നമുക്ക് നോക്കാം. അതിൽ 4ാം സ്ഥാനത്തെത്തിയ ആൾ ഫെൽപ്സിനേക്കാൾ വെറും 0.15 സെക്കൻഡാണ് പുറകിലായത്. അതായത് 1%ന്റെ 1/3 വരും ഇത്. വെറും 1% എഫേർട്ട് കൂടി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിനും ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ നേടാമായിരുന്നു. ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ തന്നെ വനിതകളുടെ 100 മീറ്റർ ഹേർഡിൽസിൽ 1ാമത്തെയും 7ാമത്തെയും സ്ഥാനത്തെത്തിയവർ തമ്മിൽ വെറും 0.18 സെക്കൻഡിന്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? വിജയിക്കുന്നവരും അല്ലാത്തവരും തമ്മിൽ വളരെ ചെറിയ വ്യത്യാസമേ വരുന്നുള്ളൂ എന്ന കാര്യം. എക്സ്ട്രാ ഓർഡിനറിയും എക്സെപ്ഷനലി എക്സ്ട്രാ ഓർഡിനറിയുമായവർ തമ്മിലുള്ള ഡിഫറൻസ് വെറും 1% മാത്രമാണ്. നിങ്ങൾ ഏത് തൊഴിൽ ചെയ്യുന്നവരും ഏത് മേഖലയിലുമാകട്ടെ, നിങ്ങൾക്ക് ഒരിക്കലും മറ്റൊരാളേക്കാൾ 100% മികച്ചതാകാൻ സാധിക്കില്ല. പക്ഷേ 1% ബെറ്റർ ആകാൻ തീർച്ചയായും സാധിക്കും. എന്ത് കാര്യത്തിലും മറ്റൊരാളേക്കാൾ 1% മാത്രം മികച്ചതായാൽ തന്നെ നിങ്ങൾ സക്സസ്ഫുൾ ആയി എന്ന് പറയാം. ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന 1% ഫോർമുലയുടെ സീക്രട്ട് മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കാൻ പോകുന്നത് അവസരങ്ങളുടെ പുതിയ ലോകം തന്നെയാണ്. 1% ഫോർമുല
ഏതൊരാൾക്കും വളരെ പ്രയോജനകരമായ ഒരു അറിവാണ്. ഇവിടെ ആകെ നിങ്ങൾ ചെയ്യേണ്ടത് 1% മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നതാണ്. ആ പരിശ്രമത്തിൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിരിക്കുക. ഇവിടെ നിങ്ങൾ മത്സരിക്കേണ്ടത് നിങ്ങളുടെ പോരായ്മകളോടാണ്, നിങ്ങളോട് തന്നെയാണ്. 100 കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ഒന്നിൽ ബെറ്റർ ആകാൻ നമുക്ക് സാധിക്കും. എല്ലാത്തിലും മികച്ചതാകാൻ എളുപ്പമല്ല. എന്നാൽ ഇന്നലെ ചെയ്ത എല്ലാ കാര്യങ്ങളിലും ഇന്നലത്തേക്കാൾ നന്നായി ഇന്ന് പെർഫോം ചെയ്യാൻ, ഹാർഡ് വർക്ക് ചെയ്യാൻ നമുക്ക് പരിശ്രമിക്കാവുന്നതാണ്. അത് നിങ്ങളെ ഒരു വിജയിയുടെ മാനസികാവസ്ഥയിലേക്ക് എത്തിക്കും. കാരണം നിങ്ങൾ ഓരോ ദിവസവും സ്വയം മെച്ചപ്പെടുത്തിയാണ് മുന്നോട്ടു പോകുന്നത്. താമസിയാതെ നിങ്ങൾ ആഗ്രഹിച്ച പോലെ സക്സസ്ഫുൾ ആവുകയും ചെയ്യും. എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കുമോ എങ്കിൽ എത്ര എളുപ്പമാണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഒരു ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വിജയിക്കാനാവില്ല. പക്ഷേ ഇപ്പോൾ അവർ നിൽക്കുന്ന സ്റ്റേജിൽ നിന്ന് ഈ 1% ഫോർമുലയിലൂടെ ഒരുപാട് സ്വയം മെച്ചപ്പെടുത്താൻ സാധിക്കും. ഇങ്ങനെ പതുക്കെ പതുക്കെ കൺസിസ്റ്റന്റ് ആയുള്ള, ഡെഡിക്കേറ്റഡ് ആയുള്ള ഹാർഡ് വർക്ക് അവരെ എക്സെപ്ഷണലി എക്സ്ട്രാ ഓർഡിനറി ആക്കി മാറ്റും. ഓർമ്മിക്കുക, വിന്നേഴ്സ് ഒരിക്കലും മറ്റുള്ളവരെക്കാൾ 100% ബെറ്റർ ആയതുകൊണ്ടല്ല വിജയിച്ചത്. അവർ വെറും 1% മാത്രമാണ് ബെറ്റർ. അതാണ് അവരെ വിന്നേഴ്സായി മാറ്റുന്നതും. ചാപ്റ്റർ 2 വേസ് ടു ഇൻക്രീസ് മോട്ടിവേഷൻ. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു മോട്ടിവേഷൻ ആവശ്യമാണ്. പുറത്തു നിന്നുള്ളതിനേക്കാൾ നമ്മുടെ ഉള്ളിൽ നിന്നു തന്നെയുള്ള മോട്ടിവേഷനാണ് നല്ല രീതിയിൽ പരിശ്രമിക്കാൻ പ്രചോദനമാവുക. ഈ മോട്ടിവേഷൻ നമുക്ക് എങ്ങനെയാണ് ലഭിക്കുക? അതിന് നമ്മൾ വിജയിക്കേണ്ട മേഖലയെക്കുറിച്ച് നന്നായി മനസ്സിലാക്കണം. മറ്റ് വിജയിച്ചവരുടെ സ്റ്റോറീസ് അറിയണം. അതുപോലെ നമ്മുടെ ലക്ഷ്യം എന്താണോ അതിൽ കറക്റ്റായി ഫോക്കസ്ഡായി അതിനെക്കുറിച്ച് കൂടുതൽ പാഠങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ലക്ഷ്യത്തെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം തന്നെയാണ് ലക്ഷ്യത്തിലേക്കുള്ള വഴി നമുക്ക് തുറന്നു തരിക. ഈ അറിയാനുള്ള ആഗ്രഹം തന്നെയാണ് നമുക്ക് മോട്ടിവേഷനായി നമ്മളോടൊപ്പം നിലനിൽക്കുന്ന ഘടകവും. സ്കൂളിൽ ഒരു ക്ലാസ് ടെസ്റ്റ് നടക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി നല്ല സ്കോർ നേടിയെടുക്കുന്നു. ഈ നേട്ടം മെയിൻ എക്സാമിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ആ വിദ്യാർത്ഥിക്ക് തീർച്ചയായും മോട്ടിവേഷൻ നൽകും. അവന് കൂടുതൽ നന്നായി പഠിക്കണമെന്നും ഇപ്പോൾ ലഭിച്ചതിനേക്കാൾ കൂടുതൽ മാർക്ക് നേടണമെന്നും തോന്നും. ഒരു റേസിൽ പങ്കെടുത്ത് വിജയിച്ചാൽ ഇനിയും നന്നായി പ്രാക്ടീസ് ചെയ്യണമെന്നേ തോന്നൂ. അല്ലാതെ നേടാനുള്ളത് നേടി ഇനി പ്രാക്ടീസ് ഒന്നും വേണ്ട എന്നൊരു മൈൻഡ് സെറ്റിലേക്ക് ആരും എത്തില്ല. അതാണ് വിജയത്തിന്റെ മധുരം എന്ന് പറയുന്നത്. അതൊരിക്കൽ രുചിച്ചവർ ഒരിക്കലും പിന്നോട്ട് മാറില്ല. വീണ്ടും വീണ്ടും ചെറുതായാലും വലുതായാലും നേട്ടങ്ങൾ നേടണമെന്ന് മാത്രമേ ആഗ്രഹിക്കുകയുള്ളൂ. അതാണ് ഹ്യൂമൻ സൈക്കോളജിയും. വിജയത്തിന്റെ ആനന്ദം ലഭിച്ചാൽ വീണ്ടും വീണ്ടും അതിനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ഒരു കള്ളൻ ആദ്യ മോഷണം നടത്തി അതിൽ വിജയിച്ചാൽ, പിടിക്കപ്പെടാതിരുന്നാൽ അവന് പിന്നീട് കോൺഫിഡൻസ് വർദ്ധിക്കും. അവൻ വീണ്ടും വീണ്ടും ആ മോട്ടിവേഷനിൽ മോഷണം തുടർന്നുകൊണ്ടേയിരിക്കും, പിടിക്കപ്പെടുന്നതുവരെ. ചിലപ്പോൾ പിടിക്കപ്പെട്ടാലും വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കാം. ഇതും ഒരു സൈക്കോളജിയാണ്. ഇതുപോലെ ഇൻസ്പിരേഷൻ നല്ലതും ചീത്തയുമാകാം. അതിനെ പ്രോസസ് ചെയ്ത് നല്ല മോട്ടിവേഷനെ മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിലേക്കുള്ള വഴികൾ ആദ്യം നിർണയിക്കുക. ചെറിയ ചെറിയ ടാസ്കിലൂടെ പതുക്കെ പതുക്കെ അതിലേക്ക് മുന്നേറുക. ഈ കുഞ്ഞു കുഞ്ഞു ടാസ്കുകൾ വിജയിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വലിയ വിജയം നേടിയതിന്റെ പ്രതീതി ഉള്ളിൽ നിന്നു തന്നെ ഉണ്ടാകും. ഒരു 100 മീറ്റർ റേസ് വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. ഇന്ന് അരമണിക്കൂർ പ്രാക്ടീസ് ചെയ്താൽ നാളെ അതിൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ പരിശ്രമിക്കുക. ഇങ്ങനെ സ്വയം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങൾ ഓരോ ദിവസവും കണക്ക് കൂട്ടിവെക്കുന്ന കാര്യങ്ങൾ അത് മറികടക്കാനായാൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ നേട്ടം തന്നെയാണ്. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള പടികളാണ് നിങ്ങൾ അതിലൂടെ കയറുന്നത്. ഈ ചെറിയ ചെറിയ വിജയങ്ങൾ വലിയ ലക്ഷ്യത്തിലേക്കുള്ള മോട്ടിവേഷനാണ്. അതിനായി പരിശ്രമിക്കാൻ ഈ കുഞ്ഞു വിജയങ്ങൾ നിങ്ങളെ സഹായിക്കും. ഒരു കുട്ടിയുടെ കഥ പറയാം. അവന് സ്വിമ്മിംഗ് ഒരിക്കലും ഇഷ്ടമായിരുന്നില്ല. പക്ഷെ അവന്റെ അച്ഛനമ്മമാർ അവനെ എന്നും നീന്തൽ പഠിക്കാൻ വിടും. പതുക്കെ പതുക്കെ അവൻ സ്വിമ്മിംഗ് ട്രെയിനറുടെ കൂടെ വെള്ളത്തിലേക്കിറങ്ങി നീന്തലിന്റെ ബേസിക്സ് പഠിച്ചു. നിങ്ങൾ നീന്തൽ പഠിച്ചെടുക്കുന്നത്
സ്കൂളിൽ പോയി പഠിക്കുന്ന പോലെയല്ല. വെള്ളത്തിൽ വീണാൽ മുങ്ങിപ്പോവാതിരിക്കാൻ അറിഞ്ഞിരിക്കേണ്ട പാഠങ്ങളാണ് ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നതെന്ന് ട്രെയിനർ അവനോട് പറഞ്ഞു. വെള്ളത്തിൽ മുങ്ങാതിരിക്കുക എന്നത് അവന് ഒരു ചലഞ്ചായി തോന്നി. അവനത് ആസ്വദിക്കാൻ തുടങ്ങി. നീന്തൽ ഇഷ്ടപ്പെടാനും തുടങ്ങി. അതോടെ അവൻ ഓരോ ദിവസവും സ്വയം മെച്ചപ്പെടുത്തി മികച്ച നീന്തൽ താരമായി മാറി. ട്രെയിനർ അവനെ സ്വിമ്മിംഗ് ടീമിൽ ഉൾപ്പെടുത്തി. അവൻ പല മത്സരങ്ങളിലും വിജയിച്ച് ഒരുപാട് നേട്ടങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തു. ഈ കുട്ടിയുടെ കഥ നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്ന പോയിന്റ് ഇതാണ്. ഒരു കാര്യത്തെക്കുറിച്ച് അറിയുമ്പോഴാണ് നമുക്ക് അതിനെ ഇഷ്ടമാവുന്നത്. ആ ഇഷ്ടം നമ്മളെ കൂടുതൽ അറിയാനും വർക്ക് ചെയ്യാനും പ്രേരിപ്പിക്കും. അറിയും തോറും നിങ്ങൾ അതിൽ എക്സലന്റ് ആവും. താമസിയാതെ നിങ്ങൾ ആ മേഖലയിൽ വിജയങ്ങളും നേടും. ആദ്യ വിജയമാണ് നിങ്ങൾക്ക് ഇനിയും മുന്നോട്ട് സഞ്ചരിക്കാനുള്ള മോട്ടിവേഷൻ. എക്സെപ്ഷനലി എക്സ്ട്രാ ഓർഡിനറി ആവുന്നതിനുള്ള തുടക്കം ഇവിടെ നിന്നാണെന്ന് പറയാം. നിങ്ങളുടെ ചെറിയ ചെറിയ നേട്ടങ്ങളാണ് വലിയ വിജയങ്ങൾക്കുള്ള മോട്ടിവേഷൻ. ഓർമ്മിക്കുക, ആരംഭശൂരത്വമല്ല വേണ്ടത്, നിരന്തരമായ താൽപ്പര്യവും പരിശ്രമിക്കാനുള്ള മനസ്സുമാണ് വേണ്ടത്. നിങ്ങളൊരു അത്ലറ്റ് ആണെങ്കിൽ ഇന്ന് 100 മീറ്റർ റേസ് 11 സെക്കൻഡ് കൊണ്ടാണ് പൂർത്തിയാക്കിയതെങ്കിൽ നാളെ 10.5 സെക്കൻഡ് കൊണ്ട് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഇന്നലെ പഠിച്ചതിനേക്കാൾ ഒരു ചോദ്യമെങ്കിലും കൂടുതലായി ഇന്ന് പഠിക്കുക. ഇങ്ങനെ ഏത് മേഖലയിലായാലും നിങ്ങളുടെ പെർഫോമൻസ് ഇന്നലത്തേക്കാൾ ബെറ്റർ ആക്കാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ ആ 1% വിജയം നിങ്ങളിലേക്ക് എത്തിച്ചേരും. ഓർമ്മിക്കുക, അറിയാനുള്ള താൽപ്പര്യമാണ് യഥാർത്ഥ മോട്ടിവേഷൻ. ചാപ്റ്റർ 3 ഹൗ ടു മേക്ക് യുവർ സെൽഫ് മോർ പവർഫുൾ. ഒരു ബേക്കറി ഉടമ. അദ്ദേഹത്തിന്റെ ബേക്കറിയുടെ മുന്നിൽ ജനലുകളൊന്നുമില്ലായിരുന്നു. ബേക്കറിയിലേക്കുള്ള വാതിലാണെങ്കിൽ റോഡിൽ നിന്ന് ഒരുപാട് ഉള്ളിലേക്കുമാണ്. മാത്രമല്ല, ബേക്കറി അവിടെ ഉണ്ടെന്ന് മറ്റുള്ളവരെ അറിയിക്കാനുള്ള ഒരു സൈൻ ബോർഡ് പോലും വെക്കാൻ അദ്ദേഹത്തിന് അനുവാദമുണ്ടായിരുന്നില്ല. അവിടെ ഒരു ബേക്കറി ഉണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ ആർക്കും മനസ്സിലാവില്ല. അതോടെ കച്ചവടം വളരെ മോശമായിരുന്നു ആ ബേക്കറി ഉടമയ്ക്ക്. അങ്ങനെയിരിക്കെ ഇങ്ങനെ പോയാൽ സാധിക്കില്ല, എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തണമെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം ഒരു ഐഡിയ ആലോചിച്ചെടുത്തു. വാതിലിന്റെ മുന്നിൽ ഒരു ചെറിയ മേശ വെച്ച് ഫ്രഷ് ആയിട്ട് ബേക്ക് ചെയ്ത പലഹാരങ്ങൾ അദ്ദേഹം നിരത്തിവെച്ചു. എന്നിട്ട് ഒരു ടേബിൾ ഫാനും അതിനടുത്ത് ഓണാക്കി വെച്ചു. ഇത് ആ പലഹാരത്തിന്റെ മണം ആളുകളിലേക്ക് എത്തിച്ചു. അവർ പുറത്ത് പലഹാരങ്ങൾ കണ്ടപ്പോൾ ഇവിടെ ഒരു ബേക്കറി ഉണ്ടെന്ന് മനസ്സിലാക്കി. അങ്ങനെ വെറും 2 ആഴ്ച കൊണ്ട് ബേക്കറിയുടെ വരുമാനം ഇരട്ടിയായി. അതാണ് പറയുന്നത്, ചെറിയൊരു മാറ്റം മതി വലിയ വലിയ റിസൾട്ടുകൾ ലഭിക്കാൻ. നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നോ അതിൽ ചെറിയ ചില മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുക. പലപ്പോഴും നമ്മൾ എടുക്കുന്ന എഫേർട്ടിനേക്കാൾ റിസൾട്ട് തരും ഈ സ്മോൾ ചേഞ്ചസ്. ചാപ്റ്റർ 4 വൈ പ്രാക്ടീസ് ഡോണ്ട് മേക്ക് പെർഫെക്റ്റ് ആൻഡ് വാട്ട് ടു ഡു അബൌട്ട് ഇറ്റ്. അഭ്യാസി ആനയെ പൊക്കുമെന്ന് പൊതുവെ പറയാറില്ലേ? ആന എത്ര വലുതാണെങ്കിലും ബൈ പ്രാക്ടീസ് ഒരാൾക്ക് ആനയെ വളരെ എളുപ്പം എടുക്കാൻ സാധിക്കുമെന്നാണ് ഈ ചൊല്ലിന്റെ അർത്ഥം. എന്ത് അസാധ്യമായ കാര്യവും നിരന്തര പരിശ്രമത്തിലൂടെ സാധിച്ചെടുക്കാമെന്ന്. എന്നാൽ ചിലർ പരാതിപ്പെടാറുണ്ട്, ഞാൻ എത്രമാത്രം പരിശ്രമിച്ചിട്ടും എനിക്ക് പെർഫെക്റ്റ് ആകാൻ സാധിക്കുന്നില്ലെന്ന്. ശരിക്കും പ്രാക്ടീസിലൂടെ എക്സലന്റ് ആകണമെങ്കിൽ നിങ്ങൾ ഏതാണ്ട് 10,000 മണിക്കൂറെങ്കിലും മിനിമം പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അത്ഭുതപ്പെടേണ്ട, ഇത് ഞാൻ പറയുന്ന കാര്യമൊന്നുമല്ല, മുൻപ് നടന്ന പരീക്ഷണങ്ങളിലൂടെ കണ്ടുപിടിച്ച കാര്യമാണ്. ഇത്തരത്തിൽ നിരന്തരം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഒരു കാര്യത്തിൽ നമുക്ക് എക്സലന്റ് ആവാൻ സാധിക്കുകയുള്ളൂ. ലിറ്ററേച്ചർ, മ്യൂസിക്, ചെസ്, സയൻസ്, ബിസിനസ്, മാത്തമാറ്റിക്സ്, അങ്ങനെ നിങ്ങളുടെ ഫീൽഡ് എന്തുമാവട്ടെ അതിൽ നിങ്ങൾ നിരന്തരം പ്രാക്ടീസ് ചെയ്യണം. 10,000 മണിക്കൂർ പ്രാക്ടീസ് എന്ന് പറയുന്നത് വർഷങ്ങളുടെ പ്രയത്നമാണ്. വലിയ എക്സ്പീരിയൻസ് ആണ് അത് നമുക്ക് നൽകുക. കൺസിസ്റ്റന്റ് ആയി ചെയ്യുന്നവർക്കേ ഇത്ര സമയം പ്രാക്ടീസ് ചെയ്യാനാകൂ. എത്ര പേർക്ക് ഇത് സാധ്യമാണ്? വളരെ ചുരുക്കം, അല്ലേ? അങ്ങനെ ചെയ്തവരെ എല്ലാം ഇന്ന് ലോകമറിയും. അല്ലാത്തവർ ഇടയ്ക്ക് വെച്ച് ലക്ഷ്യബോധമില്ലാതെ സ്വയം പഴിച്ച് വിജയിക്കാനാവാത്തതിൽ വിഷമിച്ച് ജീവിക്കും. ശരിക്കും ഇത്ര മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ ടാസ്ക് ആണ്. ഒരാഴ്ച 20 മണിക്കൂർ വെച്ച് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പോലും
ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ 10 വർഷം വരും. ഒരു പാട്ടുകാരൻ, ആർട്ടിസ്റ്റ്, സയന്റിസ്റ്റ് ഒക്കെ ആ മേഖലയിൽ ലെജൻഡായി മാറുന്നത് ഇത്രമാത്രം പ്രാക്ടീസും എക്സ്പീരിയൻസും കൊണ്ടാണെന്ന് ചുരുക്കം. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം, ജന്മനാ ടാലന്റഡായി ജനിക്കുന്നവർ അവരോ എന്ന്. ശരിയാണ്, ജനിക്കുമ്പോൾ അവർ അത്ഭുതകരമായ താല്പര്യവും മിടുക്കും കാണിക്കും. എന്നാൽ അത് സ്ഥായിയായി നിൽക്കുന്നത്, ആ കഴിവ് മെച്ചപ്പെടുന്നത് അവർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമാണ്. അപ്പോൾ മാത്രമാണ് അവർ ലോകശ്രദ്ധയിൽ എത്തിച്ചേരുന്നത്. ഒരിക്കൽ ആൻഡ്രസ് എറിക്സൺ എന്നൊരു സൈക്കോളജിസ്റ്റ് ഒരു പരീക്ഷണം നടത്തി. ഒരു വയലിൻ സ്കൂളിൽ അവിടെ സംഗീതം അഭ്യസിക്കുന്നവരെ 3 തരംതിരിച്ചു. നന്നായി വയലിൻ വായിക്കുന്ന ഒരു സ്റ്റാർ ആവണമെന്ന് ആഗ്രഹിച്ച് സംഗീതം പഠിക്കാനെത്തിയ കുട്ടിയെ 1ാമത്തെ ഗ്രൂപ്പിലും, പ്രൊഫഷണൽസിനെ പോലെ വായിക്കുന്നവരെ 2ാമത്തെ ഗ്രൂപ്പിലും, 3ാമത്തെ ഗ്രൂപ്പിൽ കുഴപ്പമില്ലാതെ അത്യാവശ്യം നന്നായി വായിക്കുന്നവരെയും ഉൾപ്പെടുത്തി. അവരുടെ ആഗ്രഹം വയലിൻ ടീച്ചേഴ്സ് ആവുക എന്നതായിരുന്നു. ഈ 3 ഗ്രൂപ്പിലെ മെമ്പേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്നത് അവർ നടത്തിയിരുന്ന പ്രാക്ടീസിലായിരുന്നു. 3ാമത്തെ ഗ്രൂപ്പിലുണ്ടായിരുന്നവർ 4000 മണിക്കൂർ പ്രാക്ടീസ് ചെയ്തു. 2ാമത്തെ ഗ്രൂപ്പുകാർ 8000 മണിക്കൂർ. അതേസമയം ഏറ്റവും ടാലന്റഡും എക്സ്ട്രാ ഓർഡിനറിയുമായ 1ാമത്തെ ഗ്രൂപ്പിലെ കുട്ടി 10000 മണിക്കൂറാണ് പ്രാക്ടീസ് ചെയ്തത്. അതുതന്നെയായിരുന്നു അയാളെ എക്സ്ട്രാ ഓർഡിനറി ആക്കിയതും. ഇതുപോലെ വിജയിച്ചവരെ ആരെ വേണമെങ്കിലും നിങ്ങൾ എടുത്തു നോക്കൂ. അവർ ഒരു സുപ്രഭാതത്തിൽ സ്റ്റാർ ആയവരല്ല, മറിച്ച് നിരന്തരം പ്രാക്ടീസ് ചെയ്ത് ആ നിലയിൽ എത്തിപ്പെട്ടവരാണ്. ജന്മനാ ടാലന്റഡ് ആണോ അല്ലയോ എന്നുള്ളതല്ല ഇവിടെ വിഷയം. നിങ്ങൾ ഒരു ഉയർന്ന പൊസിഷനിൽ എത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നതാണ്. ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു സിസ്റ്റമാറ്റിക് പ്രാക്ടീസ് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. ചാപ്റ്റർ 5 ഡൂയിങ് നത്തിങ്. 2008 ഒളിമ്പിക്സിൽ ഉസൈൻ ബോൾട്ട് 100 മീറ്റർ റേസ് 9.69 സെക്കൻഡ് കൊണ്ടാണ് പൂർത്തിയാക്കിയത്. ഇതിലൂടെ അതുവരെ ഉണ്ടായിരുന്ന ലോക റെക്കോർഡാണ് അദ്ദേഹം മറികടന്നത്. ഇത് വളരെ അവിശ്വസനീയമായ കാര്യമായിരുന്നു. 3 വർഷം മുൻപ് 9.75 സെക്കൻഡ് എന്ന ടൈം ബാരിയർ അദ്ദേഹത്തിന് മറികടക്കാൻ സാധിക്കുമായിരുന്നില്ല. ഇത് മറികടന്നാൽ മാത്രമേ തനിക്ക് ലോക റെക്കോർഡ് തിരുത്തി എഴുതാൻ സാധിക്കൂ എന്ന തിരിച്ചറിവിൽ അദ്ദേഹം തന്റെ കോച്ചുമായി കൂടിയാലോചിച്ചു. ഒരുപാട് ചർച്ചകൾക്കും ആലോചനകൾക്കും ശേഷം അവർ ഒരു പോംവഴി കണ്ടെത്തി. അത് മറ്റൊന്നുമല്ല, റിക്കവറിക്ക് വേണ്ടി സമയം നൽകുക എന്നതായിരുന്നു. അദ്ദേഹം കൂടുതൽ പരിശ്രമിക്കുമ്പോൾ റെസ്റ്റ് എടുക്കുന്നതിനെക്കുറിച്ച് വേവലാതിപ്പെട്ടിരുന്നു. റെസ്റ്റ് ടൈം കൂട്ടിയാൽ അത് റിസൾട്ട് കുറയ്ക്കുമോ എന്ന് ഉസൈൻ ബോൾട്ട് വേവലാതിപ്പെട്ടു. എന്നാൽ കോച്ച് സജസ്റ്റ് ചെയ്തത് ശരീരത്തിന് വിശ്രമം വേണമെന്നായിരുന്നു. നന്നായി വിശ്രമിക്കുമ്പോഴും ഇത് നെഗറ്റീവ് റിസൾട്ട് നൽകുമോ എന്ന ആശങ്ക ഉസൈൻ ബോൾട്ടിനുണ്ടായിരുന്നു. എന്നാൽ വേണ്ടത്ര വിശ്രമമെടുത്ത് വീണ്ടും അദ്ദേഹം പ്രാക്ടീസ് ചെയ്തപ്പോൾ 0.6% അദ്ദേഹത്തിന് മെച്ചപ്പെടുത്താൻ സാധിച്ചു. ഇത് 1% കുറവാണെന്നത് ശ്രദ്ധിക്കുക. അതായത് ലോകത്തിലെ എക്സെപ്ഷണൽ റണ്ണറിൽ നിന്ന് ഫാസ്റ്റസ്റ്റ് റണ്ണർ എന്ന നിലയിലേക്ക് അദ്ദേഹം എത്തിയത് ഈ 1% കുറഞ്ഞ പരിശ്രമം കൊണ്ടാണ്. ലോകത്ത് സക്സസ്ഫുൾ ആയവരെല്ലാം ജീവിതത്തിൽ ഇതുപോലെ ഒരു റിക്കവറി ടൈം എടുത്തിരിക്കും. ഇത് അവരെ റീജുവനേറ്റ് ചെയ്യാനും കൂടുതൽ നന്നായി പ്രവർത്തിക്കാനും സഹായിക്കുന്നു. ഈ റിക്കവറി ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. മൈൻഡ് ബോഡി ഹീലിംഗ് ആണ് ഇവിടെ വേണ്ടത്. മെഡിറ്റേഷൻ, തെറാപ്പീസ് ഒക്കെ ഈ സമയം ചെയ്യാവുന്നതാണ്. ഇതുപോലെ മൈൻഡിനെ ഫോക്കസ്ഡ് ആക്കാനും പോസിറ്റീവ് ആക്കാനും എല്ലാ ദിവസവും അല്പനേരമെങ്കിലും ഒരു റിക്കവറി ടൈം വെക്കുന്നത് നല്ലതാണ്. ഈ സമയം നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ, അതായത് പുസ്തകം വായിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, എഴുതുക, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് നിങ്ങളെ കൂടുതൽ പ്രൊഡക്റ്റീവാക്കി മാറ്റും. എത്ര ക്രിയേറ്റീവായ ആളായാലും 90 മിനിറ്റിൽ കൂടുതൽ ബ്രേക്ക് ഫ്രീ ആയി വർക്ക് ചെയ്യാനോ കോൺസെൻട്രേറ്റ് ചെയ്യാനോ ആർക്കും സാധ്യമല്ല. ഇടയ്ക്കിടെ ഇന്റർവെൽസ് എടുക്കുന്നത് പ്രൊഡക്ടിവിറ്റി കൂട്ടുകയേ ഉള്ളൂ. അതുപോലെ ഉച്ചയ്ക്ക് ഒരു പൂച്ചയുറക്കം എടുക്കുന്നതും
രാത്രി 8 മണിക്കൂർ നന്നായി ഉറങ്ങുന്നതും നിങ്ങളെ കൂടുതൽ ആക്റ്റീവാക്കും. വേണ്ടത്ര ഉറക്കവും വിശ്രമവും കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസിനെ അത് ബാധിക്കും. ഈ റെസ്റ്റിംഗ് പീരീഡ് ജീവിതത്തിന്റെ ഭാഗമാക്കുക. അതേസമയം റെസ്റ്റ് എടുത്ത് അതുമാത്രം ശീലമാക്കി മാറ്റരുത് കേട്ടോ. ആദ്യം വേണ്ടത് ഹാർഡ് വർക്കും എഫേർട്ടും എക്സലന്റ് ആവാനുള്ള പ്രാക്ടീസുമാണ്. അതിനിടെയാണ് റെസ്റ്റിംഗ് പീരീഡ് വേണ്ടത്. ഇവ ഒന്നിച്ചു കൊണ്ടുപോയാൽ നിങ്ങൾ ചിന്തിക്കുന്നതിലും വലിയ റിസൾട്ടുകൾ നിങ്ങൾക്ക് നേടാൻ സാധിക്കും. 90 മിനിറ്റ് വർക്ക് ചെയ്യുക, ശേഷം അല്പനേരം റെസ്റ്റ് എടുക്കുക. ഇതിന് ഒരു അലാം വെക്കാവുന്നതാണ്. ഇങ്ങനെ വർക്കിംഗ് പാറ്റേണിൽ മാറ്റം വരുത്തുക. ഇത് നിങ്ങളുടെ പെർഫോമിംഗ് ലെവൽ ദിവസേന വർദ്ധിപ്പിക്കും. ചാപ്റ്റർ 6 ചക്ര കംപ്ലീറ്റഡ്. എക്സ്ട്രാ ഓർഡിനറി ആയവരും എക്സെപ്ഷനലി എക്സ്ട്രാ ഓർഡിനറി ആയവരും തമ്മിൽ 1% വ്യത്യാസം മാത്രമേയുള്ളൂ. ഈ 1% ഡിഫറൻസ് പക്ഷേ നിങ്ങൾക്കൊട്ടേറെ അവസരങ്ങളും നേട്ടങ്ങളും നൽകും. ഇന്നലത്തേക്കാൾ മികച്ച പ്രകടനം ഇന്ന് നടത്താൻ ശ്രമിക്കുക. ഇങ്ങനെ ഓരോ ദിവസവും സ്വയം മെച്ചപ്പെടുത്തിയെടുക്കുക. നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് പോരാടേണ്ടത്, നിങ്ങളുടെ പോരായ്മകളോട്. ഇതാണ് നിങ്ങളിലെ വിജയിയെ നിർമ്മിച്ചെടുക്കുന്ന ഘടകം. ഓർമ്മിക്കുക, നിങ്ങൾക്ക് മറ്റൊരാളേക്കാൾ 100% ബെറ്റർ ആകാൻ സാധിക്കില്ല. പക്ഷേ 1% തീർച്ചയായും ബെറ്റർ ആക്കാൻ പറ്റും. ഈ 1% മാത്രം മതി നിങ്ങളെ സക്സസ്ഫുൾ ആക്കാൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ 1% ഫോർമുലയെക്കുറിച്ച് മനസ്സിലാക്കിയില്ലേ? ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ലൈഫ് വേറെ ലെവലിലെത്തും. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇത്തരത്തിലുള്ള സെൽഫ് ഹെൽപ്പ് ബുക്ക് സമ്മറീസ് കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. കുതിരകളുടെ ഓട്ട